وذو الشمالين يزيد ربنا بهم مرادي عسلا علينا اللهم إليهم وإلى أصحاب البدرين وإلى حضرة شيخنا وملاذنا محمد أبو بكر المدور وإلى حضرة حبيبنا وشفيعنا وسيدنا وقرة أعيننا وقطعة كبدنا محمد المصطفى صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. نحمد الله المجيب كل دعوات لنا لا لنا رب سواه إنه البر العليم. ربنا صلى وسلم كل حالات على أحمد الهادي وآل والصحاب والولي. نحن ندعو ربنا الكريم في توسل واستغاثات بقرة عيننا مدبر وليم. قد رجونا النصر والفتوح في أمورنا سيما في أمرنا بجاهكم مدبر وليم. كل إننا نأتي إليكم للإزاحة ما بنا شدة ثم فتيا شيخنا مدبر وليم. كل عفريت وشيطان مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدبر وليم. كل عفريت وشيطان وجن مارد أذهبا ونجنا يا قطبنا مدبر وليم. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. نتواصل بالحباب والبتول المستطاب والنبي ثم الصحابة فعسى دعوى مجابة. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد يا ربي صل وسلم. أعظم زوجاتي قادرة قد تلاقت منه أمرا
خطبت أحمد بكرا غنمت منه شبابا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم إنها زوج الرسول إنها أم البتول فوق تصوير العقول مجدها تلك الحبابا صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم أرنا وجه الرسول وخديجة والبتول وبني زهر الفحول ربي عجل بالإجابة صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل وسلم. ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവുമെല്ലാം നിറഞ്ഞ നല്ലവരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മദനീയം കുടുംബങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചൊല്ലിയ ദിക്റുകളും നമ്മൾ ചൊല്ലിയ നമ്മുടെ നോമ്പുകളും നമ്മുടെ ചൊല്ലിയ ഓതിയ ഖുർആനും ചൊല്ലുന്ന ദിക്റുകളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന സ്വീകരിക്കുന്ന വലിയ അമലുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. മഹദിയായ ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വലിയ മദദും വലിയ സഹായവും വലിയ പൊരുത്തവും അല്ലാഹു നമുക്ക് നൽകട്ടെ. പ്രിയപ്പെട്ട ഉമ്മയുടെ പേരിലാണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ആ ഉമ്മയുടെ അല്പം മദ്ഹുകളൊക്കെ പറഞ്ഞ് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയണം. എല്ലാം ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന വലിയ ഒരു അമലായി ഒരു സൽക്കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എല്ലാവരുടെയും എല്ലാ ഖൈറായ മുറാദുകളും അല്ലാഹുവേ നീ ഹാസിലാക്കണേ അല്ലാഹ്. എന്തെല്ലാം വിഷമങ്ങളും എന്തെല്ലാം പ്രയാസങ്ങളും ഓരോരുത്തർക്കുമുണ്ടോ, ആ പ്രയാസങ്ങളും ആ വിഷമങ്ങളുമെല്ലാം അല്ലാഹ് നീ തീർക്കണേ റബ്ബേ, നീ തീർക്കണേ അല്ലാഹ്. ഞങ്ങളിൽ ഒരാളെയും നീ വെറുതെയാക്കല്ലേ റഹ്മാനെ. എല്ലാ ഖൈറായ മുറാദുകളും ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് നീ ഹാസിലാക്കി തരണേ അല്ലാഹ്.
മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഈമാനെ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു തരണേ റഹ്മാനേ. അല്ലാഹുവേ, എല്ലാ ഖൈറും ഉമ്മയെ കൊണ്ട് ഞങ്ങൾക്ക് നീ ചൊരിയണേ അല്ലാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങളും ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ വിഷമങ്ങളുമെല്ലാം ബീവി ഉമ്മ ആയിഷത്തു സുഹ്റ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹവും ചൊരിയണേ അല്ലാഹുവേ. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തും സ്നേഹവും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ വളരെയധികം ഭംഗിയും അതുപോലെ കന്യകയും മുമ്പ് ഒരു കല്യാണം കഴിച്ചിട്ടില്ലാത്തവരും വളരെ ചെറിയ പ്രായത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാവാൻ ഭാഗ്യം ലഭിച്ചവരും മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ മകളുമായ ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ ജീവിതം വലിയ അത്ഭുതകരമായ ജീവിതമാണ്. ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതയാണ് ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇൽമ് വല്ലാത്ത ഇൽമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹദി അവർക്ക് നൽകിയ വലിയൊരു പ്രത്യേകതയാണ്. ഇൽമ് അല്ലാഹു ധാരാളം കൊടുത്തു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരു വേള സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലോകത്തെ എല്ലാ സ്ത്രീകളുടെയും ഇൽമ് ഒരു ഭാഗത്ത് വെച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇൽമ് മറുഭാഗത്ത് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആ ഇൽമ് ഉണ്ടാവുക ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇൽമാണ്. നിങ്ങൾ ചോദിച്ചു നോക്ക്, ലോകത്ത് എത്ര പണ്ഡിതയായ സ്ത്രീരത്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ സ്ത്രീകളിൽ ലോകത്ത് വലിയ അറിവുള്ള ഒരു ഉമ്മയായിരുന്നല്ലോ. അങ്ങനെ സ്ത്രീകളിൽ ഇൽമുള്ള ആളുകൾ ധാരാളം ഉണ്ട്. ഇൽമ പഠിക്കണം, ഇൽമിന്റെ വഴികളിലേക്ക് വരണം. ധാരാളം പെൺകുട്ടികൾ അൽഹംദുലില്ലാഹ് ഇന്ന് ഇൽമ പഠിക്കുന്നവരുണ്ട്, ശരീഅത്ത് പഠിക്കുന്നവരുണ്ട്, വലിയ വലിയ ദർസുകൾ എടുക്കുന്ന സഹോദരിമാരുണ്ട്. എല്ലാ കിതാബുകളും വളരെ മനോഹരമായി വിവിധങ്ങളായ ഫന്നുകളും വിവിധങ്ങളായ വിഷയങ്ങളും വളരെ ഗഹനമായി പഠിപ്പിച്ചു കൊടുക്കുകയും അതിൽ അവഗാഹമുള്ള ഒരുപാട് പണ്ഡിത വനിതകളും ഉള്ള ഒരു കാലഘട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇൽമ പഠിപ്പിക്കുന്ന സഹോദരിമാർക്കും ഇൽമ പഠിക്കുന്ന എല്ലാ മക്കൾക്കും അല്ലാഹുവേ നീ ദുനിയാവിലും ആഖിറത്തിലും നീ വിജയം നൽകണേ റഹ്മാനേ. ഇൽമ പഠിക്കണം. വലിയ ഇൽമിന്റെ വഴികൾ ധാരാളമുണ്ട്. ഓൺലൈനിലായി ഒരുപാട് ദർസുകൾ നടക്കുകയാണ്. ഓൺലൈനിലൂടെ ഒരുപാട് കോഴ്സുകൾ നടക്കുന്നുണ്ട്. ആ കോഴ്സുകളിൽ നമുക്ക് ചേരാം. ആ കോഴ്സുകൾ എടുത്ത് നമുക്ക് വീടുകളിൽ നിന്ന് പഠിക്കാം. അങ്ങനെ പുറത്തു പോകാതെ തന്നെ നല്ല വിശ്വസ്തരായ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരുപാട് നല്ല നല്ല കോഴ്സുകളുണ്ട്.
ചിലര് വീട്ടിൽ നിന്ന് ഇൽമ പഠിച്ചാൽ ഇൽമ ആവൂല, ഓൺലൈനായിട്ട് ഇൽമ പഠിച്ചാൽ ഇൽമ ആവൂല, അല്ലെങ്കിൽ അങ്ങനെ ഇൽമ പഠിച്ചാൽ ശരിയാവൂല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആളുകളുണ്ട്. അത് സ്വാഭാവികമാണ്. ഏതൊരു വിഷയത്തിനും അങ്ങനെ ആളുകൾക്കൊക്കെ അഭിപ്രായങ്ങൾ പലതും ഉണ്ടാവും. പലരും പലതും പറഞ്ഞു എന്ന് വരാം. വലിയ വലിയ കോളേജുകളുടെ നേതൃത്വത്തിൽ പെൺകുട്ടികൾക്ക് ബിരുദം നൽകിക്കൊണ്ട് തന്നെ, ഈ ബിരുദം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ആ സ്ഥാപനം നൽകുന്ന ഒരു കോഴ്സിന്റെ പേരാണ്. ആ കോഴ്സ് അവര് കംപ്ലീറ്റ് ആക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ടൈറ്റിലാണ്. സ്വാഭാവികമായി അങ്ങനെ ഒരു കോളേജിൽ പേരിട്ട് ഒരു കോഴ്സ് തുടങ്ങി, ആ കോഴ്സ് പൂർത്തിയാകുന്ന ആൾക്ക് അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തത് കൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. അത് കൂടുതൽ പഠിക്കാനും പുതിയ യുഗമാണ്, പുതിയ കാലഘട്ടമാണ്. ഒരുപക്ഷെ സ്വാഭാവികമായും അല്ലെ, ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ എന്നല്ല പറഞ്ഞു. അല്ലാഹുവിലേക്ക് നിങ്ങൾ ഹിക്മത്തോടുകൂടെ ആളുകളെ ക്ഷണിക്കണം. ആ ഹിക്മത്തിന്റെ ഭാഗമാണ് ഒരു ബിരുദം. ഇതിന്റെ പേരുകളൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയണില്ല. ഒരുപാട് അങ്ങനെ ബിരുദങ്ങൾ കൊടുക്കുന്ന നല്ല നല്ല വിശ്വസ്തമായ കേന്ദ്രങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു അനാവശ്യമായതോ അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതോ ആയ ഏതെങ്കിലും കോഴ്സുകൾ വരുന്നുണ്ടോ എന്ന് കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആ കോഴ്സ് പഠിക്കുന്ന ആളുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ എടുക്കുന്ന കോഴ്സിന് ഇതിന് അടിസ്ഥാനമുണ്ടോ, ഇതിന് നേതൃത്വം നൽകുന്നത് ആരാണ്, ഇത് വിശ്വസിക്കാൻ പറ്റുമോ, ഇത് നമുക്ക് പറ്റിയ ആശയ ആദർശങ്ങളിൽ ഉള്ളതാണോ എന്നൊക്കെ അതിൽ ചേരുന്നതിന് മുമ്പാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ശ്രദ്ധിച്ചാൽ അങ്ങനെ ചേരാൻ പറ്റിയ ഒരുപാട് ഇൽമിന്റെ കോഴ്സുകൾ ഇന്നുണ്ട്. സ്വാഭാവികമായും ആ കോഴ്സ് പഠിക്കുമ്പോ എനിക്ക് നല്ല ഒരു ബിരുദം അല്ലെങ്കിൽ എനിക്ക് എന്റെ പേരിന്റെ കൂടെ ചേർക്കാൻ പറ്റിയ ഒരു നാമം പുതുതായി ലഭിക്കുന്നു എന്ന് അറിയുമ്പോൾ സ്വാഭാവികമായും അത് പഠിക്കുന്ന പഠിതാക്കൾക്ക് ഒരു ആവേശമുണ്ടാകും. അതാണ് ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുമ്പോ ഹിക്മത്തോടുകൂടെ ക്ഷണിക്കണം. ഒരു ഹിക്മത്താണത്. പല രൂപത്തിലുള്ള ഹിക്മത്തുകളുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഹിക്മത്തോടുകൂടെ അതൊരു കോഴ്സ് അങ്ങനെ ആരംഭിച്ച് അതിലേക്ക് ആളുകളെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് അവർക്ക് ഇൽമു നൽകി അവരെ നല്ല കുടുംബിനികളാക്കാൻ വേണ്ടിയുള്ള ശ്രമം അത് നടക്കുമ്പോ അതിൽ നമ്മൾ പ്രോത്സാഹനം നൽകുകയാണ് വേണ്ടത്. അത് ഏതെങ്കിലും ആരെങ്കിലും പഠിക്കുന്നുവെങ്കിൽ അത് നീ പഠിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞവരെ നിരുത്സാഹപ്പെടുത്തരുത്. എല്ലാവർക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാ സ്ഥലങ്ങളിലും പോയി പഠിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. പക്ഷേ എടുക്കുന്ന ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്ത് ആ ക്ലാസ്സുകൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ ജീവിതത്തിൽ പകർത്തുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്കെല്ലാം വലിയ ബർക്കത്തും വലിയ റാഹത്തും വലിയ സന്തോഷവും അല്ലാഹു നൽകട്ടെ. ഞാനിത് സ്വാഭാവികമായി പറഞ്ഞത് കുറെ ദിവസമായി കുറെ ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഉസ്താദെ ഞങ്ങളിങ്ങനെ കോഴ്സ് പഠിക്കേണ്ടത് കുഴപ്പമാണോ, അത് തെറ്റാണോ, ഞങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ പാടില്ലേ, അങ്ങനെ പഠിക്കാൻ പാടില്ല എന്ന് പലരും ഞങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ച സ്ഥിതിക്ക് എന്റേതായ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. വലിയ ആലിമീങ്ങളുടെ അഭിപ്രായം ഒന്നുമല്ല, എന്റെ ഒരു അഭിപ്രായമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചിന്തിക്കാനും നല്ലത് ജീവിതത്തിൽ പകർത്താനും നല്ലത് മനസ്സിലാക്കാനും നല്ലതിലൂടെ ജീവിച്ച് അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്ത് മരിക്കാനും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹ് നാഫിയായ ഇൽമ നേടണം, ഇൽമ പഠിക്കണം. അതിനാണ് നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചത്. നാഫിയായ ഇൽമാകണം. അല്ലാഹ് ഞങ്ങളെ ഇൽമുകളെല്ലാം നീ നാഫിയാക്കണേ റഹ്മാനേ, നീ നാഫിയാക്കണേ അല്ലാഹ്. പറയട്ടെ,
ബീവി ആയിഷത്തു സുഹ്റാ റളിയല്ലാഹു അൻഹാ. അല്ലാഹു ആ ഉമ്മയുടെ വലിയ സഹായവും വലിയ മദതും അല്ലാഹു നമുക്ക് നൽകട്ടെ. ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതയായിരുന്നു ആ ഉമ്മാന്റെ ഇൽമിന്റെ ആധിക്യം ലോകത്തെ എല്ലാവരുടെയും ഇൽമിനെ ഒരു ഭാഗത്ത് വെച്ച് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇൽമ് മറുഭാഗത്ത് വെച്ചാൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ ഇൽമുള്ള മഹദിയാണ് ബീവി ആയിഷത്തു സുഹ്റാ റളിയല്ലാഹു അൻഹാ. അവരുടെ ഇൽമിന്റെ കഴിവും ഇൽമിന്റെ അറിവിന്റെ ആഴവും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് പറയാനുണ്ട്. മഹദിയായ ഉമ്മു റുമാൻ റളിയല്ലാഹു അൻഹാ, അതാണ് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ഉമ്മ. അസ്മാ ബീബി റളിയല്ലാഹു അൻഹാ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ സഹോദരിയാണ്. അസ്മാ ബീബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത് മഹാനായ സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവാണ്. സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയായ ബീവി സഫിയ റളിയല്ലാഹു അൻഹയുടെ മകനാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത് അല്ലാഹുവിന്റെ ഓർഡർ ഉണ്ടായതുകൊണ്ടാണ്. ഏറ്റവും വലിയ മറുപടി, ചെറിയ പ്രായത്തിൽ എന്തുകൊണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ ഒറ്റ മറുപടി അല്ലാഹുവിന്റെ ഓർഡറാണ്, അല്ലാഹുവിന്റെ തീരുമാനമാണ്, അല്ലാഹുവിന്റെ സന്ദേശമുണ്ടായി ഹബീബായ തങ്ങൾക്ക്. സുബ്ഹാനല്ലാഹ്. കിതാബു തസ്വീജുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കിതാബു മനാഖിബുൽ ബാബു തസ്വീജുൻ നബി ആയിഷ റളിയല്ലാഹു അൻഹാ എന്നൊരു ബാബ് തന്നെ കാണാം. ബാബ് ഫളായിലു സ്വഹാബ, ബാബ് ഫി ഫളി ആയിഷ റളിയല്ലാഹു അൻഹാ. അങ്ങനെ ഒരുപാട് ബാബുകൾ കാണാൻ കഴിയും. കിതാബുൽ മനാഖിബ് ഫി ബാബി ഫളി ആയിഷ റളിയല്ലാഹു അൻഹ. വലിയ വലിയ മഹാന്മാർ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം തിർമിദി റളിയല്ലാഹു അൻഹു തുടങ്ങിയ വലിയ പ്രസിദ്ധരായ മഹാന്മാർ അവരുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ഫളായിലുകൾ പറയുന്ന, മഹത്വങ്ങൾ പറയുന്ന ബാബ് തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ അവർ കൊണ്ടുവന്നു. വലിയ വിഷയാണത്. അവരുടെ ഗ്രന്ഥങ്ങളുടെ ഹെഡിങ് തന്നെ അവരുടെ മഹത്വം പറയുന്ന ബാബ് എന്ന് പറഞ്ഞ് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മഹത്വം പറയുകയാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ അറിയിച്ചു കൊടുത്തിരുന്നു, നബിയേ, ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ നിങ്ങളുടെ ഭാര്യയാണ് നബിയേ, നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലുമുള്ള ഇണയാണ് ബീവി ആയിഷ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അതെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് സന്തോഷം അറിയിച്ചിട്ടുണ്ട്. ഒരു തവണ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ തവണ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട്, നബിയേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിങ്ങളുടെ ഭാര്യയാണ്, ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും നിങ്ങളുടെ ഭാര്യയാണ് നബിയേ.
അള്ളാന്റെ റസൂല് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അള്ളാന്റെ റസൂലിനെ അള്ളാഹു തന്നെ വിവരം നൽകി എന്നാണ് ചുരുക്കി പറഞ്ഞാൽ അതിന്റെ അർത്ഥം. എല്ലാ ഭാര്യമാരും അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു കല്യാണവും അള്ളാന്റെ റസൂൽ നടത്തിയിട്ടില്ല. ആരെങ്കിലും അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകരുത്. അള്ളാഹുവിന്റെ തീരുമാനമാണ് എല്ലാം റബ്ബിന്റെ ഓർഡറാണ്. അള്ളാഹു എന്ത് തീരുമാനിച്ചോ അത് മുത്തുനബി അനുസരിച്ചു. അതാണ് വിഷയം. അതിന്റെ പിന്നിൽ അള്ളാഹുവിന് ഒരുപാട് ഹിക്മത്തുകളുണ്ട്. അതിന്റെ പിന്നിൽ അള്ളാഹുവിന് വ്യക്തമായ ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ അള്ളാഹുവിനെ പൂർണ്ണമായി അറിയുകയുള്ളൂ. അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ. പക്ഷേ ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അത് നമ്മളതിനെ കുറിച്ച് പഠിക്കുമ്പോ നമുക്ക് മനസ്സിലാകുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ പഠനങ്ങളെ നമുക്ക് കൈമാറിയത് അള്ളാഹുവിന്റെ റസൂലാണ്. മഹാന്മാരായ സ്വഹാബത്താണ്, ഔലിയാക്കളാണ്, സ്വാലിഹീങ്ങളാണ്, വലിയ മുസന്നിഫീകളാണ്. അതിന്റെ പിന്നിൽ ഒരുപാട് ഹിക്മത്തുകളും അള്ളാഹുവിന്റേതായ തീരുമാനങ്ങളുമുണ്ട്. ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു നിങ്ങൾ അറിയൂലേ? പരിശുദ്ധമായ ജന്നത്തുൽ ബഖീൽ ആദ്യമായി കടക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനല്ലേ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു. അവരുടെ ഭാര്യയാണ് ഹൗലത്ത് എന്ന് പറയുന്ന ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കല് 2 വിവാഹാലോചനയുമായി മുത്തുനബിയുടെ അടുക്കലേക്ക് വന്നു. അങ്ങനെയാണ് ആ വിവാഹത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ആലോചിക്കുന്നു. 6ാമത്തെ വയസ്സിലാണ് ആ കല്യാണം നടക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് 6 വയസ്സുണ്ടാകുന്ന സമയം. 6 വയസ്സിൽ കല്യാണം നടന്നാൽ സ്വാഭാവികമായും അതൊരു കല്യാണ ചടങ്ങ് മാത്രം. അങ്ങനെ പലരും ഇന്നും പല സംസ്ഥാനങ്ങളിൽ വരെ ചെറിയ പ്രായത്തില് മക്കളെ പരസ്പരം പറഞ്ഞു വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അത് കല്യാണം പിന്നീട് വലുതായാൽ നിങ്ങളുടെ മകൻ എന്റെ മകളെ കല്യാണം കഴിക്കുമെന്ന ഉടമ്പടികളിൽ ഏർപ്പെടുന്ന ചില സമുദായങ്ങൾ ഇന്നുമുണ്ട്. അതൊരു ചടങ്ങ് മാത്രമാണ്. കല്യാണം എന്ന ഭാര്യ ഭർത്തൃ ജീവിതം അത് ആരംഭിക്കൂല. അത് ആരംഭിക്കാനുള്ള പ്രായമായിട്ടില്ല. ഒരു പറഞ്ഞു വെക്കലാണ്. 6ാമത്തെ വയസ്സിൽ തന്നെ മുത്തുനബിയുടെ ഭാര്യയാകാൻ ഭാഗ്യം ലഭിച്ച മഹദിയാണ് ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ. അത് അല്ലാഹു നൽകിയ വലിയ ഒരു സ്ഥാനമാണ്. ആരുടെ ഭാര്യയാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയല്ലേ എത്ര ആളുകൾ ആഗ്രഹിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാകാൻ. സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ തീരുമാനമുണ്ടായാൽ അത് നടക്കുമല്ലോ. അള്ളാന്റെ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ച എത്ര ആളുകളുണ്ട്. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹാ, അവരുടെ ഭർത്താവ് മരണപ്പെട്ടു. നല്ല ഭർത്താവായിരുന്നു, നല്ല ഭർത്താവാണ്. ആ ഭർത്താവ് മരണപ്പെട്ടപ്പോ അള്ളാന്റെ റസൂല് വന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അദ്ദേഹത്തിന് സ്വർഗം കിട്ടാൻ വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്തു.
ദുആ ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവരോട് ദുആ ചെയ്തു, അല്ലാഹുവേ മരണപ്പെട്ട ആ ഭർത്താവിന് പകരം അതിനേക്കാളും നല്ല ഖൈറായ ഒരു ഭർത്താവിനെ നീ ഇവർക്ക് നൽകണേ അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദുആ ചെയ്തപ്പോൾ അവര് പറഞ്ഞു, എന്റെ ഭർത്താവിന് എനിക്കെന്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടതിന് പകരം അള്ളാന്റെ റസൂല് ദുആ ചെയ്തത് അതിനേക്കാളും നല്ല ഒരു ഭാര്യയെ കിട്ടാൻ വേണ്ടിയാണ്, അതിനേക്കാളും നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ അതിനേക്കാളും നല്ല ഒരു ഭർത്താവായി എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയല്ലാതെ ഞാൻ വേറൊരാളെയും കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അവരുടെ ആഗ്രഹം അതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ, ഉമ്മു സുലൈം അല്ല ഉമ്മു സലമ, അങ്ങനെയാണ് പേര് മാറിപ്പോയാലും പ്രശ്നമാണ്, ശ്രദ്ധിക്കണം അല്ലേ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹാ അവരുടെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി വന്ന് സ്വർഗ്ഗത്തിന് വേണ്ടി ദുആ ചെയ്തു, നിനക്കാളും നല്ലൊരു ഭർത്താവിനെ തരട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. അവരാഗ്രഹിച്ചു, എന്റെ ഭർത്താവിനെക്കാളും നല്ലൊരു ഭർത്താവ് എനിക്ക് കിട്ടാൻ അള്ളാന്റെ റസൂൽ അല്ലാതെ വേറൊരാളും ഇവിടെയില്ല. അവർ അള്ളാഹിനോട് ദുആ ചെയ്തു. ആ ആഗ്രഹം പോലെ അള്ളാന്റെ റസൂലിന്റെ ദുആ പോലെ തന്നെ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ അള്ളാന്റെ റസൂൽ കല്യാണം കഴിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ച് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ട്. അത് വലിയ ഭാഗ്യമല്ലേ, വലിയ തൗഫീഖല്ലേ. കല്യാണം കഴിച്ച രണ്ട് ആളുകളെ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഒഴിവാക്കിയിട്ടും ഉണ്ട്. അവരുടെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ട്, അവരുടെ സ്വഭാവ രീതി നല്ലതല്ലാത്തത് കൊണ്ട് രണ്ട് ഭാര്യമാരെ അല്ലാഹുവിന്റെ റസൂല് ഒഴിവാക്കിയിട്ടുണ്ട്. സ്വഭാവം നല്ലതല്ലെങ്കിൽ പിന്നെ കൂടെ കൂട്ടാൻ കഴിയില്ല, ഒരിക്കലും കൂട്ടാൻ കഴിയില്ല. ഏതായാലും പറയട്ടെ, 6-ാമത്തെ വയസ്സിൽ ഒരു ഉടമ്പടി, ഒരു കല്യാണത്തിന്റെ ആലോചനകളും തീരുമാനങ്ങളും കല്യാണ പരിപാടികളൊക്കെ നടന്നെങ്കിലും ജീവിതം ആരംഭിക്കുന്നത് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ 9-ാമത്തെ വയസ്സിലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കുടുംബ ജീവിതം ആരംഭിക്കുന്നത് 9-ാമത്തെ വയസ്സിലാണ്. 9-ാമത്തെ വയസ്സിൽ ജീവിതം ആരംഭിക്കുക എന്നുള്ളത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. പഴയ കാലത്ത് നമ്മുടെ നാടുകളിൽ തന്നെ എത്ര ആളുകളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. 9 വയസ്സ്, 10 വയസ്സ്, 11 വയസ്സിലൊക്കെ കല്യാണം കഴിഞ്ഞ ഉമ്മമാരൊരു പക്ഷേ ഈ സദസ്സിൽ തന്നെ ഉണ്ടാവും. ചോദിച്ചു നോക്കി, നിങ്ങൾ എത്രാമത്തെ വയസ്സിലാ ഉമ്മ കല്യാണം കഴിഞ്ഞത്? ഇപ്പൊ ഉമ്മ പറയും 9-ാമത്തെ വയസ്സ്, 10-ാമത്തെ വയസ്സ്, 13-ാമത്തെ വയസ്സ്. എനിക്ക് പരിചയമുണ്ട്. 13-ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ നമുക്ക് പരിചയമുണ്ട്. കാന്തപുരത്തുണ്ട്. സ്വാഭാവികമാണത്, അതിൽ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു. ചെറിയ ആളുകളെ കല്യാണം കഴിക്കുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ചേർത്ത് നോക്കിയിട്ട് 25, 26, 27 വയസ്സായി എന്ന് വിചാരിച്ചിട്ട് ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. അള്ളാഹുവിന്റെ തീരുമാനം അള്ളാഹിന്റെ റസൂൽ അംഗീകരിച്ചു. അതേ സുബ്ഹാനല്ലാഹ്, 9-ാമത്തെ വയസ്സിൽ കല്യാണം ആരംഭിച്ചതിന്റെ പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ അള്ളാഹുവിനുണ്ടാവാം. മിനിങ്ങളെ, ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ലോകത്ത് എത്ര ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു പഠിക്കണം. അത് സുബ്ഹാനല്ലാഹ് 2210 ഹദീസുകൾ അല്ലാഹുവിന്റെ റസൂല് ലോകത്തിന് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ട്.
66-ാമത്തെ വയസ്സിൽ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ വിട പറയുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തിന്റെ അമൂല്യമായ സമ്മാനമായി അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി ആവശ്യമായ മുത്തുനബിയുടെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ആ മുത്തുനബിയുടെ ജീവിതത്തെ അടയാളപ്പെടുത്തിയ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഭാര്യയെ പോലെ വേറൊരാൾക്കും ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുകയില്ല. ഉറപ്പാണ് ഭാര്യമാര് കൈകാര്യം ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ലോകത്തിന്റെ മുന്നിൽ ഒരു അത്ഭുതകരമായ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തെ ഫോളോ ചെയ്യുന്ന കോടിക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങൾക്ക് ഒരു പാഠമായി അല്ലാഹുവിന്റെ റസൂല് എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കണം. ഏതെങ്കിലും ഒരു മേഖലയിൽ നിറഞ്ഞു നിന്നാൽ മാത്രം മതിയോ? പോരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ അനുധാവനം ചെയ്യുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് എല്ലാ മേഖലകളിലുമുള്ള പഠനങ്ങൾ അവരുടെ അടുക്കലേക്ക് എത്തൽ നിർബന്ധമാണ്. അങ്ങനെ വരുമ്പോ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ തീരുമാനം എന്തായിരുന്നു? ഫുഖഹാക്കളെ, മദ്ഹബിന്റെ അയിമ്മത്തുകൾ, അല്ലെങ്കിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ, വിശുദ്ധമായ ഫുഖഹാക്കൾ, ദീനിന്റെ പഠിതാക്കൾ ആ വിഷയം പഠിക്കുമ്പോ അവർക്ക് പഠിക്കാനുള്ള ഏകമായ അവലംബം ഒന്ന് വിശുദ്ധ ഖുർആനാണ്, ഒന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതമാണെങ്കിലോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചോദിച്ചില്ലേ, എന്തായിരുന്നു മുത്തുനബിയുടെ ജീവിതം? എന്താണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം വിശുദ്ധ ഖുർആനായിരുന്നു. അപ്പൊ ഖുർആൻ എങ്ങനെയാണോ, എന്താണോ ഖുർആനിൽ പറഞ്ഞത്, എന്താണോ ഖുർആനിൽ ലോകത്തോട് അല്ലാഹു അവതരിപ്പിച്ചത്, അതുപോലെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തുനബിയുടെ ജീവിതം ലോകത്തിന് വലിയ പാഠമാണ്. അതുകൊണ്ട് തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരു ഭാര്യയെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ പങ്കാളിയായി ചേർത്ത് വെച്ച് കൊടുത്തുകൊണ്ട് ലോകത്ത് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഒരു സ്ത്രീകൾക്ക് ലഭിക്കേണ്ട, ഒരു ഭാര്യയായി ജീവിക്കുമ്പോ ആ ഭാര്യക്ക് ലഭിക്കേണ്ട, ഒരു പെണ്ണായി ജീവിക്കുമ്പോ ആ പെണ്ണിന് ലഭിക്കേണ്ട ഒരുപാട് ജീവിതത്തിന്റെ പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളെ ലോകത്തിന്റെ മുന്നിൽ അതുപോലെ അടയാളപ്പെടുത്തണം, അതുപോലെ രേഖപ്പെടുത്തി വെക്കണം. ആ ചരിത്രത്തിൽ ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. ആ വിഷയങ്ങൾ ലോകം പഠിക്കാതിരിക്കാൻ പാടില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ഒരു ഭാര്യ ഭർത്തൃ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഭാര്യ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ലോകത്തിന്റെ മുന്നിൽ അടയാളപ്പെടുത്തേണ്ടതാണ്. നമ്മളെ പോലെയല്ല, നമ്മുടെ ജീവിതം ആരും അടയാളപ്പെടുത്തൂല, ആരും അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരിക്കലും അതേ അങ്ങനെ അടയാളപ്പെടുത്തേണ്ടവരല്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം അത് ലോകത്തിന്റെ മുന്നിൽ തെളിവാണ്. അത് സ്ത്രീ സമൂഹത്തിന് തെളിവാണ്, അത് പുരുഷന്മാർക്ക് തെളിവാണ്, അത് ചെറിയ കുട്ടികൾക്ക് തെളിവാണ്, അത് വലിയവർക്ക് തെളിവാണ്, അത് ലോകത്തിന് തെളിവാണ്. അതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തെളിവാണ്, അതൊരു കുടുംബിനിയെ സംബന്ധിച്ചിടത്തോളം തെളിവാണ്. അത് ലോകത്തിന്റെ മുന്നിൽ എന്നും നിലനിൽക്കണമെങ്കിൽ അത് അതുപോലെ തന്നെ രേഖപ്പെടുത്തി വെക്കണം. രേഖപ്പെടുത്തി വെക്കണമെങ്കിലോ അത്
അതുപോലെ രേഖപ്പെടുത്തി വെക്കാൻ പറ്റുന്ന നല്ല ബുദ്ധിയുള്ള, നല്ല ഓർമ്മശക്തിയുള്ള, നല്ല അവഗാഹമുള്ള, നല്ല വിവരമുള്ള ഒരാളാവണം. അങ്ങനെയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായി തിരഞ്ഞെടുക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് ശരിയായിരുന്നുവെന്ന് പിന്നീട് ചരിത്രം രേഖപ്പെടുത്തിയില്ലേ? ആ അള്ളാന്റെ തീരുമാനം ശരിയായിരുന്നുവെന്ന് പിന്നീട് ചരിത്രം രേഖപ്പെടുത്തിയില്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയല്ലേ അള്ളാന്റെ റസൂലിന്റെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് ലോകത്തിന്റെ മുന്നിൽ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ ആധികാരികമായി പറയാൻ വേറെ ആർക്കെങ്കിലും കഴിയുമോ? അള്ളാന്റെ റസൂലിന്റെ ജീവിതം അത്രമാത്രം വ്യക്തമായി പഠിച്ചത് കൊണ്ടല്ലേ, അങ്ങനെ പഠിക്കാൻ അള്ളാഹു അവസരം നൽകിയത് കൊണ്ടല്ലേ, അങ്ങനെ ചെറിയ പ്രായം മുതൽ തന്നെ അള്ളാന്റെ റസൂലിനെ കണ്ടു, പഠിച്ചു, ജീവിതം മനസ്സിലാക്കി. 18ാമത്തെ വയസ്സിൽ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ 18ാമത്തെ വയസ്സിലെ ഒരു ശരിയായ കല്യാണത്തിന്റെ പ്രായം നമ്മുടെ നാടുകളിൽ നിന്ന് ആകുന്ന സമയമാകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറയുകയാണ്. പിന്നീട് 18ാമത്തെ വയസ്സ് മുതൽ 66ാമത്തെ വയസ്സ് വരെ ലോകത്ത് ഇൽമ് വിതരണം ചെയ്തു ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. മുത്തുനബിയുടെ ഭാര്യയായി ആ ജീവിതകാലത്ത് ഉണ്ടായ എല്ലാ അനുഭവങ്ങളെയും ലോകത്തിന് മുന്നിൽ പറഞ്ഞു കൊടുത്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇൽമ കേൾക്കാനും ആ ഇൽമ പഠിക്കുവാനും അവിടുത്തെ മുന്നിലേക്ക് ധാരാളം ആളുകൾ വന്നു. ഒരു മറയുടെ പിന്നിൽ അപ്പുറത്ത് അല്ലാഹുവിന്റെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇൽമ കേൾക്കാൻ വേണ്ടി സ്വഹാബത്ത് വന്നിരിക്കുന്ന സിസ്റ്റം ഉണ്ടായി. അങ്ങനെ 66ാമത്തെ വയസ്സ് വരെ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിപ്പിച്ചത് തന്നെ ലോകത്തിന്റെ മുന്നിൽ അപൂർവമായ ആ വലിയ ഇൽമിന്റെ വലിയ വാതായനങ്ങളെ തുറക്കാൻ വേണ്ടിയാണ്. അതാണ് അല്ലാഹു ചെയ്ത ബീവി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു കൊടുത്ത വലിയ ഭാഗ്യം. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? ഒരു മെൻസസ്കാരിയായ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിനെ അറിയേണ്ട ഒരുപാട് വിവരങ്ങളുണ്ട്. അത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചറിയൽ നിർബന്ധമല്ലേ? അതിനെക്കുറിച്ച് പഠിക്കൽ ആവശ്യമല്ലേ? അപ്പൊ ആ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് ആ വിവരം പഠിക്കണമെങ്കിൽ പഠിക്കാനും അത് രേഖപ്പെടുത്താനും ഉതകുന്ന രൂപത്തിലുള്ള ഒരു തുണ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതല്ലേ? അതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനമാണ്, അതൊക്കെ അല്ലാഹുവിന്റെ ഖളാണ്. ആ തീരുമാനം അല്ലാഹു പൂർണ്ണമായി നടപ്പിലാക്കി. അത് അല്ലാഹുവിന്റെ റസൂൽ അംഗീകരിച്ചു. അങ്ങനെയാണ് ആ കല്യാണം ഉണ്ടായത്. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. അല്ലാഹുവേ, ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ മദദും സഹായവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴായി ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബീവിയോട് ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറഞ്ഞിട്ടുണ്ട്. ബീവിയോട് ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറഞ്ഞിട്ടുണ്ട്.
അള്ളാഹുവിന്റെ റസൂല് ജിബ്രീൽ അലൈഹിസ്സലാം ബീവിയോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന സന്തോഷങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനോട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, തങ്ങൾക്ക് കാണുന്നതൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന പരിഭവവും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെ പിന്നീട് ബീബി ആയിഷ റളിയല്ലാഹു അൻഹ വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ ഉണ്ടായ ഒരുപാട് അനുഭവങ്ങളെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല വിഷയങ്ങളിലും, ഒരുപാട് വിഷയങ്ങളിൽ 2210ഓളം ഹദീസുകൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ആ ഇൽമിന്റെ, ആ അറിവിന്റെ, ആ ബുദ്ധിശക്തിയുടെ അപാരത എത്രമാത്രമാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ അതേ കാര്യം അങ്ങനെ തന്നെ ലോകത്തിന്റെ മുന്നിൽ പകർത്തിക്കൊടുത്തു ബീബി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ. ആ ഉമ്മയെ കൊണ്ട് അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും പല സംഭവങ്ങളും ഉണ്ടായില്ലേ? വിശുദ്ധമായ ഖുർആനിൽ ആയത്തുകൾ ഇറങ്ങിയില്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ആരോപണം ഉന്നയിച്ചവരുണ്ടായില്ലേ? ആ ആരോപണം ഒരാളുടെ മേലിൽ ഖദ്ഫ് ആരോപണം, വ്യഭിചാര ആരോപണം ഉന്നയിച്ചാൽ അവരുടെ മേലിൽ എന്താണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചില്ലേ? ലോകത്തിന്റെ മുന്നിൽ വലിയ ഒരു ഇൽമിന്റെ ലോകം തന്നെ ഉണ്ടാവാൻ കാരണമായ മഹദിയാണ് ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ. ചരിത്രം നീണ്ടതാണ്, ഞാൻ അതിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാല കാണാതായതും അങ്ങനെ പിന്നീട് മാല തെരഞ്ഞുകൊണ്ട് പോയതും അവസാനം അതേ തന്റെ മാല കാണാതെ തിരിച്ചു വരുമ്പോഴേക്കും അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും പോയതും പിന്നീട് മഹദിയവറുകൾ മദീനയിലേക്ക് എത്തിയതും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ സംഭവങ്ങളും വലിയ ചരിത്രങ്ങളും അതുമൂലമുണ്ടായ ഒരുപാട് വിഷയങ്ങളും അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ദിവസം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് മിണ്ടാതിരുന്നതും അങ്ങനെ അള്ളാഹുവിന്റെ ഖുർആൻ ഇറങ്ങിയതും അതിലുണ്ടായ തീരുമാനങ്ങളുമെല്ലാം മുമ്പ് നമ്മൾ പഠിച്ചതാണ്. അതിന്റെ വിശദീകരണങ്ങളിലേക്ക് ഇപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉണ്ടായ യാഥാർത്ഥ്യം എന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ മുന്നിൽ ഒരുപാട് വലിയ അറിവുകളെ നൽകുകയായിരുന്നു, വലിയ പാഠങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ആരെങ്കിലും ഒരാൾക്ക് നേരെ വ്യഭിചാര ആരോപണം ഉന്നയിക്കാൻ പാടില്ല. അത് വ്യക്തമായ 4 സാക്ഷികൾ വേണം. 4 സാക്ഷികളില്ലാതെ തീരുമാനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. വ്യഭിചാര ആരോപണം ഉന്നയിക്കാൻ പാടില്ല. അങ്ങനെ തുടങ്ങിയ ഒരുപാട് അമൂല്യമായ വിവരങ്ങൾ ലോകത്തിന്റെ മുന്നിൽ അല്ലാഹു കൈമാറി. അതിന് ഹേതുവായ കാരണം ബീവി ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അവരുടെ ചരിത്രമാണ്, അവരുടെ ജീവിതമാണ്. അതെല്ലാം ലോകത്തിന്റെ മുന്നിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ റസൂല് മിണ്ടാതെ സംസാരിക്കാതെ അതേ അല്ലാഹുവിന്റെ തീരുമാനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒരിക്കലും അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടുള്ള പിണക്കമല്ല. അതേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടുള്ള പിണക്കമായിട്ടതിനെ കണക്കാക്കരുത്.
മറിച്ച് അള്ളാന്റെ റസൂലിന്റെ ഭാര്യയായ ബീബി ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോ ആ ആരോപണത്തിന്റെ നിജസ്ഥിതി അത് ഞാൻ സ്വന്തമായൊരു തീരുമാനമെടുത്തു എന്ന് ആളുകൾ അറിഞ്ഞാൽ സ്വന്തം ഭാര്യയായതുകൊണ്ട് അള്ളാന്റെ റസൂല് പെട്ടെന്നൊരു തീരുമാനം അങ്ങ് എടുത്തു കളഞ്ഞു എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ അത് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് തീരുമാനം വരട്ടെ, അള്ളാഹുവിന്റെ തീരുമാനം ഉണ്ടാകട്ടെ. ആ തീരുമാനത്തിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂല് കാത്തു നിൽക്കുകയാണ്. ആ തീരുമാനത്തിന് വേണ്ടി കാത്തു നിന്നു. ആ കാത്തു നിന്നതിന്റെ ഫലമാതെ അള്ളാഹുവിന്റെ ഖുർആൻ ഇറങ്ങി, തീരുമാനമുണ്ടായി. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിയാണെന്ന് തെളിഞ്ഞു. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നതിന്റെ സന്ദേശങ്ങൾ ഉണ്ടായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾക്ക് വലിയ ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആരാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ? സുബ്ഹാനല്ലാഹ്. തീരുമാനത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ കാത്തു നിന്നു. ആ തീരുമാനമുണ്ടായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വല്ലാതെ കരഞ്ഞ ഒരു സമയമായിരുന്നു അത്. ഇത്രമാത്രം വേദനിച്ചൊരു സമയം ഉണ്ടായിട്ടില്ല. വളരെ അവിചാരിതമായി ഉണ്ടായൊരു സംഭവം. മുമ്പ് ആ ചരിത്രങ്ങൾ വിശദമായി മദനിയത്തിൽ പ്രതിപാദിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും സ്നേഹം എന്നോടാണ്. ഏതൊരു ഭാര്യമാർക്കുണ്ടാവുമല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണ്. അപ്പൊ ഈ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവി, ആയിഷ നിന്നോടാണ്, നിങ്ങളോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഈ ഇഷ്ടം അല്ലാഹുവിന്റെ റസൂൽ എന്നോടാണെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് മറ്റുള്ള ഭാര്യമാരുടെ മുന്നിൽ തെളിയിക്കണം. സ്വാഭാവികമാണ്, വയസ്സ് കൂടുതലായിട്ടില്ല. ശ്രദ്ധിക്കണം. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ആ സ്ത്രീയുടെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഖൽബിലുണ്ടാകുന്ന ഒരുപാട് ആഗ്രഹങ്ങളുടെ സമയങ്ങളാണ്. മുത്തുനബിയുടെ ഭാര്യമാർ ഒരുപാട് ഭാര്യമാരുണ്ട്. ബീവി ഹഫ്സ റളിയല്ലാഹു അൻഹയുണ്ട്, ബീവി സഫിയ റളിയല്ലാഹു അൻഹയുണ്ട്, സൈനബ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്, ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്, അങ്ങനെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുണ്ട്, അങ്ങനെ തുടങ്ങിയ മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. അങ്ങനെ മുത്തുനബിയുടെ ഒരുപാട് ഭാര്യമാർ ഒരു ഭാഗത്തുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇടയില് എന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളിൽ നിന്ന് അത് പറയുന്നത് കേൾക്കണം, ആളുകൾക്ക് അറിയണം, മറ്റുള്ള ഭാര്യമാരറിയണം എന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് അറിയണം. റസൂലുള്ളാഹി തങ്ങൾക്ക് എന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് മറ്റുള്ള ഭാര്യമാരറിയണം. അതിനെന്താണ് ഒരു വഴി? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, ഞാൻ മറ്റുള്ള ഭാര്യമാരുടെ അടുക്കൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്നേഹം തങ്ങൾക്ക് ആരോടാണെന്ന് ചോദിക്കുമ്പോ അത് എനിക്കാണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയേ. അതുകൊണ്ട് എനിക്കെന്ന് അതിനെന്ന് എന്നെ സഹായിക്കണം യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് എന്ത് ചെയ്തു എന്നറിയുമോ? സുബ്ഹാനല്ലാഹ്, ഒരാളെ മാത്രം സദേ ഇഷ്ടമാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പുകില് എത്ര വലിയ പുകിലായിരിക്കും. പിന്നെ പ്രശ്നം തീരുമോ?
മറ്റുള്ള ഭാര്യമാരുടെ അടുക്കൽ നിന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ പിന്നെ അവിടെ എന്താ ഉണ്ടാകുക? അല്ലെങ്കിൽ തന്നെ സ്വാഭാവികമായും സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ അവർക്കിടയിൽ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. അതുണ്ടാകണം, അപ്പോഴേ അതിന്റെ സൗന്ദര്യം ഉണ്ടാവും. ദുനിയാവല്ലേ, ദുനിയാവിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് ആര് എന്നൊന്നുമില്ല. ചെറിയ സൗന്ദര്യ പിണക്കോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളാവുമ്പോൾ അത് കൂടുതലുണ്ടായില്ല. അപ്പൊ ഇതൊന്ന് പരിഹരിക്കണം. അള്ളാന്റെ റസൂലിന്റെ അടുക്കലാണ്. മുത്തുനബി ഹിക്മത്തുകളുടെ ലോകമല്ലേ. അള്ളാന്റെ റസൂലിന്റെ അടുക്കലുണ്ട് കളി നടക്കണേ. അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ഇത് നടക്കോ? അള്ളാന്റെ റസൂൽ അതിനേക്കാളും വലിയ ഹിക്മത്തുകളുള്ള നേതാവാണ്. അത് ലോകത്തിന്റെ എല്ലാമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് ചെയ്തു? ആയിഷ ഒരു കാര്യം ചെയ്യ്, ഈത്തപ്പഴം കയ്യിൽ പിടിക്കണം. എന്നിട്ട് 2 ഈത്തപ്പഴം എടുത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ആയിഷ, നിങ്ങളുടെ കയ്യിൽ ഈത്തപ്പഴം തന്ന കാര്യം വേറൊരാളോടും പറയരുതേ. ആ ഈത്തപ്പഴം തന്ന വിഷയം മറ്റൊരു ഭാര്യമാരും അറിയരുത്. എനിക്ക് ഇഷ്ടമുണ്ട് എന്നതിന്റെ തെളിവാണ് ഈത്തപ്പഴം. അതുകൊണ്ട് ഈത്തപ്പഴം കയ്യിൽ പിടിച്ചോ, ആരോടും ഞാനിത് തന്നു എന്ന് പറയരുത്. അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞിട്ട് എല്ലാ ഭാര്യമാരുടെ വീട്ടിലേക്കും ചെന്നോ. എന്നിട്ട് എല്ലാ ഭാര്യമാരുടെ കയ്യിലും ഒരു ഈത്തപ്പഴം കൊടുത്തു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ റസൂൽ എന്ത് ചെയ്തു? എല്ലാ ഭാര്യമാരോടും പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഈത്തപ്പഴം തന്നത് മറ്റു ഒരു ഭാര്യമാരും അറിയരുതേ. എല്ലാവരോടും പറഞ്ഞു. ഒരാളും ഈത്തപ്പഴം തന്നു എന്ന കാര്യം വേറൊരാൾ അറിയാൻ പാടില്ല. നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. വളരെ രഹസ്യമായി സൂക്ഷിക്കണം. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എല്ലാ ഭാര്യമാരെയും അവർക്ക് ഒരുമിച്ച് കൂട്ടി അത് പ്രഖ്യാപിക്കാൻ പോവല്ലേ, എന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നുള്ളത് മറ്റ് ഭാര്യമാർ അറിയണം എന്ന ആ ഒരു സന്തോഷം ഖൽബിൽ വെച്ചുകൊണ്ട് ആളുകളുടെ മുന്നിൽ എന്നോടാണ് സ്നേഹമെന്നത് അറിയണം. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുന്നിലെത്തിയപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, തങ്ങൾക്ക് ഭാര്യമാരിൽ ഏറ്റവും സ്നേഹമുള്ളയാള് ആരാണ് നബിയേ? ഉടനെ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഞാനൊരു ഈത്തപ്പഴം കൊടുത്തിട്ടുണ്ട്. ആ ഈത്തപ്പഴം കൊടുത്തവരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഭാര്യമാർക്കും സന്തോഷമായി. സുബ്ഹാനല്ലാഹ്. അതെ, ഓരോരുത്തരും മനസ്സിലിങ്ങനെ പറയാണ്, എന്നോടാണ്. കാരണം എല്ലാവരുടെ കയ്യിൽ ഈത്തപ്പഴമുണ്ട്, എല്ലാവരുടെ കയ്യിലും ഈത്തപ്പഴമുണ്ട്. അപ്പൊ സ്വാഭാവികമായി ഓരോരുത്തർക്കും മനസ്സിലായി എന്നോടാണ് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടം. വളരെ ഹിക്മത്തിലൂടെ തന്ത്രപരമായി ആ വലിയൊരു പ്രശ്നം വളരെ രമ്യമായി പരിഹരിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവം ലോകത്തോട് പറയുന്നത് ആര് തന്നെയാണ്? ബീവി ആയിഷ റളിയല്ലാഹു അൻഹയാണ്. പിന്നീട് ഇത് അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ? അള്ളാഹിന്റെ റസൂലിന്റെ ഒരു ഹിക്മത്ത് ഓർത്തിട്ട് അവര് വല്ലാത്തൊരു റസൂലുള്ളാഹി തങ്ങൾ തന്നെയാണ്. മാഷാ അല്ലാഹ്. അള്ളാഹിന്റെ റസൂലിന്റെ മുന്നിലുണ്ട് അവരെ കളി നടക്കണേ.
ഇത് ആയിഷമ്മ തന്നെയാണ് പിന്നീട് ലോകത്തിന്റെ മുന്നിൽ ഇത് വെളിപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങൾ ചെന്നിട്ട് നോക്ക്, ആ റസൂലുള്ളാഹി തങ്ങളുടെ ആ ഒരു വല്ലാത്ത മനസ്സിന്റെ ആ വല്ലാത്ത ആ ഒരു ഭാര്യമാരോടുള്ള അവർക്കിടയിൽ അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ച ആ ജീവിതത്തെ അടയാളപ്പെടുത്തുകയാണ് ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹാ. പറയട്ടെ മുഅ്മിനീങ്ങളെ, ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മദദും സഹായവും പൊരുത്തവും അല്ലാഹു നമുക്ക് നൽകട്ടെ. അങ്ങനെ കുറഞ്ഞ കാല ജീവിതം കൊണ്ട് ലോകത്തിന്റെ മുന്നിൽ വലിയ ഒരു ജീവിതത്തെ അടയാളപ്പെടുത്തി ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, എനിക്ക് അല്ലാഹു ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യം തന്നു. എന്താണ് ആ സൗഭാഗ്യം എന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്ത് നിന്ന് വിട പറയുമ്പോ അവസാന സമയം എന്റെ ഉമനീരും മുത്തുനബിയുടെ ഉമനീരും ഒന്നായി മാറി. മുത്തുനബിയുടെ ഉമനീരും എന്റെ ഉമനീരും ഒന്നായി മാറി. അത് അല്ലാഹു എനിക്ക് തന്ന വലിയൊരു സൗഭാഗ്യമാണെന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. മക്കയിൽ നിങ്ങൾ ബീവി ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോ ആ സിയാറത്തിലേക്ക് കടക്കുന്ന സമയത്ത് 9-ാം നമ്പറിന്റെ താഴെ ഒരു ഖബർ കാണാം. ഒറ്റക്കൊരു ഖബറുണ്ട്. ആ ഖബർ ആരുടെ ഖബറാണ്? സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരനായ അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ്. അല്ലാഹു സിയാറത്ത് ചെയ്യാൻ പലതവണ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മദീനയിൽ മക്കയിൽ ചെല്ലുമ്പോ അതേ ഖദീജ ഉമ്മയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോ നേരെ ഖദീജ ഉമ്മാന്റെ ആ പാലത്തിന് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഖദീജ ഉമ്മാന്റെ അടുത്തേക്ക് സ്ത്രീകൾക്ക് പോകാൻ കഴിയൂല. ജന്നത്തുൽ മുഹല്ലയുടെ ഉള്ളിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല. പക്ഷേ പാലത്തിന്റെ മുകളിൽ നിന്ന് നേരെ ഖബർ മുന്നിലാക്കി സ്ത്രീകൾക്ക് ഖദീജ ഉമ്മയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോ ഒന്ന് വലതുഭാഗത്തേക്കൊന്ന് മാറി നിന്നാൽ ഒരു 9 എന്ന് പറയുന്നൊരു നമ്പർ അവിടെ കാണാം. ആ 9-ാം നമ്പറിന്റെ താഴെ മഹാനായ സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുണ്ട്. അപ്പൊ അവിടെ ഒരാൾ സിയാറത്തിന് നിന്നാൽ അവരെയും സിയാറത്ത് ചെയ്യാം. ഉമ്മ ബീബി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയെയും സിയാറത്ത് ചെയ്യാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പറയട്ടെ മുഅ്മിനീങ്ങളെ, ആ അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഇങ്ങനെ വരികയാണ്. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഫാത്താകാൻ വേണ്ടി അവസാന സമയങ്ങളാണ്. മുത്തുനബിയുടെ വിട പറച്ചിലിന്റെ അവസാന സന്ദർഭങ്ങളാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ മുത്തുനബിയുടെ അടുക്കലുണ്ട്. എന്റെ സഹോദരനായ അബ്ദുറഹ്മാൻ അങ്ങോട്ട് കടന്നു വന്നു റളിയല്ലാഹു അൻഹു. അവരുടെ കയ്യിലെ ഒരു മിസ്വാക്കുണ്ട്. ആ മിസ്വാക്ക് അള്ളാന്റെ റസൂല് കണ്ടപ്പോ റസൂലുള്ളാഹി തങ്ങള് ആ മിസ്വാക്കിലേക്ക് നോക്കാൻ തുടങ്ങി. എനിക്കപ്പോൾ മനസ്സിലായി അള്ളാഹുവിന്റെ റസൂലിന് ആ മിസ്വാക്ക് ആവശ്യമുണ്ട്. ഞാൻ ആ മിസ്വാക്ക് കയ്യിലേക്ക് വാങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ് അറാഖാണ്. അതേ മുത്തുനബിയുടെ വായിലേക്ക് പെട്ടെന്നങ്ങ് വെച്ചു കൊടുക്കാൻ പറ്റൂല. കാരണം അള്ളാഹുവിന്റെ റസൂലിന് വേദനിക്കാൻ പാടില്ല, പ്രയാസപ്പെടാൻ പാടില്ല. അത് എന്റെ
വായിലിട്ട് ഞാൻ ചവച്ചു. ഒരുപാട് നേരം ചവച്ചിട്ട് അതിനെ മാർദ്ദവമുള്ളതാക്കി മാറ്റിയപ്പോ എന്നിട്ട് ഞാനതെടുത്ത് എന്റെ റസൂലുള്ളാഹി തങ്ങളുടെ വായയിലേക്ക് വെച്ചു കൊടുത്തു. ഇത് എനിക്ക് അല്ലാഹു തന്ന വലിയ സൗഭാഗ്യമാണ്. മരിക്കുന്ന അവസാന സമയം, മുത്തുനബി വിട പറയുന്ന വഫാത്താകുന്ന അവസാന സമയം, എന്റെ തുപ്പുനീരും എന്റെ റസൂലുള്ളാഹി തങ്ങളുടെ തുപ്പുനീരും ഒന്നിച്ചായിട്ടുണ്ട്. ഇതെനിക്ക് അല്ലാഹു തന്ന വലിയൊരു സൗഭാഗ്യമാണ് എന്ന് മാത്രമല്ല, എന്റെ മടിയിൽ തലയും വെച്ചുകൊണ്ടാണ് എന്റെ റസൂലുള്ളാഹി തങ്ങളെ ഈ ലോകത്തോട് വിട പറഞ്ഞത്. എനിക്കും അത് അല്ലാഹു എനിക്ക് തന്ന വലിയ സൗഭാഗ്യമാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവേ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മദദും സഹായവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. മഹദി അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുനിയാവിലും ഞങ്ങളെ ആഖിറത്തിലും നീ വിജയിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാതെ സ്നേഹിച്ചു, മഹബ്ബത്ത് വെച്ചു, ഇഷ്ടം വെച്ചു. ഞാൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവസാന സമയം ലോകത്തോട് വിട പറയാൻ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചുണ്ടുകൾ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ചെന്നിട്ട് എന്റെ ചെവിയെടുത്തിട്ട് മുത്തുനബിയുടെ ചുണ്ടിന്റെ സമീപത്ത് വെച്ചു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന വർത്തമാനം, അസ്സലാ അസ്സലാ അസ്സലാ. വഫാത്തിന്റെ അവസാന സമയം എന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കാര്യം, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ, നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ആവർത്തിച്ച് പറയുകയാണ്. അസ്വലാ അസ്വലാ അസ്വലാ. ഓ മുഅ്മിനീങ്ങളെ, നിസ്കാരം ഒഴിവാക്കിയിട്ടൊരു കാര്യവും വേണ്ട കേട്ടോ. വഫാത്തിന്റെ അവസാന സമയം, ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ റസൂല് വിട പറയാൻ വേണ്ടി നിൽക്കുന്ന സമയം, ആ സമയവും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ വർത്തമാനം, നിസ്കാരം ശ്രദ്ധിക്കണേ, നിസ്കാരം ശ്രദ്ധിക്കണേ, നിസ്കാരം ശ്രദ്ധിക്കണേ. നമ്മൾ ആ കാര്യം വല്ലാതെ ശ്രദ്ധിക്കണേ. നിസ്കാരം ഒഴിവാകുന്ന ഒരു ഘട്ടവും ഉണ്ടാകാൻ പാടില്ല. അത് ഏതായാലും, അത് കല്യാണമായാലും, അത് സൽക്കാരമായാലും, അത് ഏത് പരിപാടിയായാലും, സ്വന്തം കല്യാണമായാലും, പുതുമണവാട്ടിയായാലും, പുതുമണവാളനായാലും, അതെ എന്ത് സന്തോഷങ്ങൾ ഉണ്ടായാലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അതെ മഹദിയ മഹാനായ എന്റെ ബാപ്പയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ അന്ന് പോലും എനിക്ക് ളുഹാ നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല. ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ളുഹറിന്റെ കാര്യമല്ല, ഓ കല്യാണത്തിന്റെ പേരില് ളുഹർ നിസ്കാരം ഒഴിവാക്കുന്ന പെണ്ണുങ്ങളെ, പെങ്ങളെ, സഹോദരീ ശ്രദ്ധിക്കണേ. സ്വന്തം കല്യാണത്തിന് അന്ന് പുതുമണവാട്ടിയായി കയ്യിൽ മൈലാഞ്ചിയുണ്ട്, മുഖത്ത് ലിപ്സ്റ്റിക്കുണ്ട്, മുഖത്ത് അലങ്കാര വസ്തുക്കളുണ്ട്. അതുകൊണ്ട് നീ ഇപ്പോൾ ഒളുവെടുക്കണ്ട, നീ നിസ്കരിക്കണ്ട എന്ന് സ്വന്തം സഹോദരിയോട് പറയുന്ന പെങ്ങളെ, പെണ്ണുങ്ങളെ, ഓ സഹോദരി സൂക്ഷിച്ചോ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കണോ? ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ ബാപ്പയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായ അന്ന് പോലും ഞാൻ ളുഹാ നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. ളുഹർ നിസ്കാരത്തിന്റെ കാര്യമല്ല, അസ്ർ
നിസ്കാരത്തിന്റെ കാര്യമല്ല. മഗ്രിബോ ഇശാവോ സുബഹിയോ അല്ല, അത് നിർബന്ധമാണ്. സുന്നത്തായ ദുഹാ നിസ്കാരം പോലും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ കിടക്കുന്ന സ്വർഗ്ഗത്തിൽ കിടക്കണമല്ലേ? നല്ല നല്ല പുതുമണവാട്ടിയായി അല്ലാഹു തന്ന സൗഭാഗ്യത്തിന്റെ ദിവസം നിസ്കാരം നഷ്ടപ്പെടുത്താൻ ആരാണ് നിങ്ങൾക്ക് സമ്മതം തന്നത്? ആരാണ് നിങ്ങൾക്ക് അനുവാദം തന്നത്? നിസ്കരിക്കണ്ട, നീ ഇപ്പൊ മുഖം കഴുകിയാൽ നിന്റെ മുഖത്തുള്ള അലങ്കാര വസ്തുക്കൾ, മേക്കപ്പുകൾ മുഴുവനും നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് നീ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞ് ഉപദേശം കൊടുക്കുന്ന പെണ്ണുങ്ങളാരാ? നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചോ, നരകത്തെ സൂക്ഷിച്ചോ, നരകത്തെ സൂക്ഷിച്ചോ. സ്വർഗം അവർക്കില്ല കേട്ടോ. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. ദുഹാ നിസ്കാരം വലിയ പുണ്യമേറിയ നിസ്കാരമാണ്. ശരീരത്തിന് 360 അതിൽ കൂടുതലോ കെണിപ്പുകളുണ്ട്. ഒരുപാട് കെണിപ്പുകൾ അല്ലെ? കൈവിരലുകൾക്കുണ്ട്, കഴുത്തിനുണ്ട്, കൈകൾക്കുണ്ട്, കാലുകൾക്കുണ്ട്. ശരീരത്തിൽ ഒരുപാട് കെണിപ്പുകളുണ്ട്. അല്ലാഹു തന്ന വലിയ അനുഗ്രഹമാണ്. അതിനൊക്കെയും അല്ലാഹുവിനോട് നന്ദി ചെയ്യൽ നിർബന്ധമാണ്. ഒരു ദിവസം അല്ലാഹുവിന് നന്ദി ചെയ്യണമെങ്കിൽ ഒരുപാട് തവണ അൽഹംദുലില്ലാഹ് പറയേണ്ടി വരും. പക്ഷെ അതിനൊക്കെ പകരമാണ് 2 റക്അത്ത് ദുഹാ നിസ്കാരം. ശരീരത്തിന്റെ കെണിപ്പുകൾക്ക് പകരമായി, ആ കെണിപ്പുകൾക്ക് അല്ലാഹു തന്ന ആ ശരീരത്തിന് നന്ദി ചെയ്യുന്നതിന് പകരമായി 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചാൽ അത് വീട്ടുമത്രേ, അത് വീടുമത്രേ. 2 റക്അത്ത് ദുഹാ നിസ്കരിച്ചാൽ അതിനെല്ലാം ഒരു പരിഹാരമാണ്. ഏതെങ്കിലും ഒരു ദിവസം ദുഹാ നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഖളാ വീട്ടാം, അതിനും കുഴപ്പമില്ല. എന്നും ഖളാ വീട്ടുന്ന അവസ്ഥ ഉണ്ടാകരുത്. അങ്ങനെ തഹജ്ജുദ് നിസ്കാരം ഖളാ വീട്ടാം. എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാള് ഒരു ദിവസം തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ പറ്റിയില്ലെങ്കിൽ ആ തഹജ്ജുദ് നിസ്കാരം ഖളാ വീട്ടാം. പക്ഷെ ഇത് ഖളാ വീട്ടാൻ എന്നൊരു പരിപാടിയാക്കി മാറ്റിക്കൂടാ. അത് ശരിയാവും. അങ്ങനെയുണ്ട് ചില ആള്. ഖളാ തന്നെ ആയിക്കോട്ടെ, എന്നും ഖളാ വീട്ടിലായിക്കോട്ടെ, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഖളാ വീട്ട, അത് പറ്റൂല. ഏതെങ്കിലും ഒരു ദിവസം ഒഴിവായാൽ അങ്ങനെ ഖളാ വീട്ടാം, അങ്ങനെ തന്നെയാണ്. പക്ഷെ നിസ്കാരം ഖളാ ആക്കുക എന്നൊരു പരിപാടി ഇല്ലട്ടോ. അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചു പോണ്ട. നിസ്കാരം ഖളാ ഇല്ല, നിസ്കാരം അദായേ ഉള്ളൂ. ഖളാ എന്നൊരു പരിപാടി നിസ്കാരത്തിലില്ല, അദായേ ഉള്ളൂ. നിസ്കാരം ഖളാ ഇല്ല. പിന്നെ ഉണ്ട് ആർക്ക്? അത് പറയാലോ. 2 കൂട്ടർക്കാണ് ഖളാ ഉള്ളത്. ആരാണത്? 1 ഉറങ്ങിപ്പോയാൾ, 2 മറന്നുപോയാൾ. വമിനൽ ഉദ്രി അന്നൗമു വന്നിസ്യാൻ എന്ന് പറഞ്ഞില്ലേ? ഉറങ്ങിപ്പോയി, അവർക്ക് ഖളാ ഉണ്ട്. ഒരാള് മറന്നുപോയി, നിസ്കാരം അങ്ങോട്ട് മറന്നുപോയി. ളുഹർ അസ്റിന് ബാങ്ക് കൊടുക്കുമ്പോഴാണ് ജല്ല ജലാലായ തമ്പുരാനെ ളുഹർ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വരണം. ഇവർക്ക് ഖളാ ഉണ്ട്, നിസ്കാരം പെട്ടെന്ന് വേണം നിസ്കരിക്കണം. അല്ലാതെ ഖളാക്കാൻ എന്ത് വകുപ്പുള്ള? ഖളാ എന്നൊരു പരിപാടി പിന്നെ എന്തിലാണുള്ളത്? എന്തെങ്കിലും ഒരു കാരണം പറയാൻ പറ്റും? അള്ളാന്റെ മുന്നില് ഖളാക്കിയതിന് കാരണം പറയാൻ പറ്റും? ഞാന് പാടത്തായിരുന്നു എന്ന് പറയാൻ പറ്റും? ഞാന് പാടത്ത് പണിയെടുക്കുകയായിരുന്നു പറയാൻ പറ്റും? ഇല്ല. ളുഹർ ബാങ്ക് കൊടുത്തോണ്ട് നിന്റെ പണി നിർത്തേണ്ടിയിരുന്നു. എന്നിട്ട് നിസ്കരിക്കണം. പാടത്തുനിന്നാണെങ്കിൽ പാടത്തുനിന്ന്, തോട്ടത്തിലാണെങ്കിൽ തോട്ടത്തിൽ, യാത്രയിലാണെങ്കിൽ യാത്രയിൽ. അള്ളാഹിനോട് പറയാണ്, എന്റെ കല്യാണമായിരുന്നു,
ഞാനിങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് ഇങ്ങനെ നിന്നിരുന്നു. മുഖത്തൊക്കെ ഇങ്ങനെ ഞാനിങ്ങനെ ചായം പിടിപ്പിച്ചിരുന്നു. ചുണ്ടിലൊക്കെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിരുന്നു. അതുകൊണ്ട് ഞാൻ നിസ്കരിച്ചില്ല എന്നാ പറയാ. നല്ല പറച്ചിലായി. ഒരു കാരണമില്ല. നിസ്കാരം ഒഴിവാക്കാൻ അല്ലാഹുവിന്റെ ദുനിയാവിൽ ഈ രണ്ട് കാരണമല്ലാതെ വേറൊരു കാരണം ഇല്ല. കല്യാണത്തിന്റെ കാരണം അതിൽ പറയാൻ പറ്റൂല. മറ്റൊരു കാരണവും അതില് പറയാൻ പറ്റൂല. അതുകൊണ്ട് പറയട്ടെ മുഅ്മിനീങ്ങളെ, നിസ്കാരം ഒഴിവാക്കാൻ ഒരു കാരണവും ദുനിയാവിലില്ല. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ ബാപ്പ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉപ്പ മരിച്ചു പോകുന്ന വലിയ ബേജാറുള്ള കാര്യമല്ലേ. ബാപ്പ മരിക്കാന്ന് പറഞ്ഞാൽ ആർക്കാ ബേജാറുണ്ടാ? ബാപ്പ മരിച്ച ബേജാറില് ചിലപ്പോ ളുഹാ നിസ്കാരം പോലെയുള്ള സുന്നത്ത് നിസ്കാരങ്ങള് അത് ചിലപ്പോ ഒഴിവാക്കിന്നൊക്കെ വരും അല്ലെ. ബേജാറ് കൊണ്ട് അങ്ങനെ ഉണ്ടോ? മരിച്ചാല് മരിച്ച പുരയിൽ നിസ്കരിക്കണ്ടെന്നുണ്ടോ? ഒരാളെ ഭർത്താവ് മരിച്ച് അന്ന് നിസ്കാരം വേണ്ടെന്നുണ്ടോ? ഒരാളെ മകൻ മരിച്ചു അന്ന് നിസ്കരിക്കണ്ടെന്നുണ്ടോ? ഒരാളുടെ മകള് മരണപ്പെട്ടു, ജ്യേഷ്ഠൻ മരണപ്പെട്ടു, ഭർത്താവ് മരണപ്പെട്ടു, അന്ന് നിസ്കാരം ഒഴിവാക്കാൻ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെയുണ്ട് ചില ആള് മരിച്ചാന്ന് നിസ്കാരമില്ല, കരച്ചിലോട് കരച്ചില്. എന്നിട്ട് അല്ലാഹുവിനോടുള്ള ബാധ്യത വിട്ടുമോ? ആ മരിച്ച മയ്യത്തിനോട് ചെയ്യുന്ന ഉപകാരമാണോ അത് ഉപദ്രവമാണോ? ഉമ്മ മരിച്ചെന്ന് ബേജാറൊക്കെ ഉണ്ടാവും. ബേജാറ് എല്ലാവർക്കും ഉണ്ടാവും. ബേജാറില്ലാത്ത ആരാ ഉണ്ടാകുക? ഓരോരുത്തരുടെയും മരണത്തിന്റെ ആധിക്യം അനുസരിച്ച് വേദന ഉണ്ടാവും. പക്ഷെ ആ വേദനയുടെ ഇടയിലും നിസ്കാരം ഒഴിവാക്കാന്ന് ഏത് കിതാബിലും ഒരാളും പറഞ്ഞിട്ടില്ല. അന്ന് നിസ്കരിക്കണം, എല്ലാ ദിവസവും നിസ്കരിക്കണം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ബാപ്പ മരിച്ച അന്ന് പോലും ഞാൻ ദുഹാ നിസ്കാരം ഒഴിവാക്കിയില്ല. എന്തൊരു ഉമ്മയാണല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയുടെ കൂടെ സ്വർഗ്ഗത്തിൽ കടക്കാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം തരട്ടെ, ഭാഗ്യം നൽകട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ അവസാന സമയം നീ നന്നാക്കണേ റബ്ബേ. മഹദി അവറുകൾ ഒരു റമളാൻ 17-നാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അല്ലാഹ്, വല്ലാത്തൊരു മരണമല്ലേ. അല്ലാഹുവിന്റെ റസൂല് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ 18-ാമത്തെ വയസ്സിൽ വഫാത്തായി. പിന്നെ 66-ാമത്തെ വയസ്സുവരെ ഒരു വിധവയായി ജീവിച്ചു. കയ്യിൽ കിട്ടുന്നത് മുഴുവനും സ്വതക്ക ചെയ്തു. സുബ്ഹാനല്ലാഹ്. സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വലിയ സംഖ്യകൾ കൊണ്ടുപോയി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊടുത്തു. സുബ്ഹാനല്ലാഹ്. 1,00,000 ദീനാർ. മഹദി അവറുകൾ എന്ത് ചെയ്തു എന്നറിയോ? എല്ലാം അങ്ങോട്ട് വിതരണം ചെയ്തു. ഒന്നുപോലും കയ്യിൽ വച്ചില്ല. മുഴുവനും വിതരണം ചെയ്തു. ഒറ്റ ദിവസം കൊണ്ട് എല്ലാവർക്കും കൊടുത്തു. മഹദി അവറുകള് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്. സ്വാഭാവികമായും ഒരു നിലക്കും വിഷമം ഉണ്ടാകാൻ പാടില്ല. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വലിയ സംഖ്യ കൊണ്ടുപോയി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ കൊടുക്കണേ. കൊടുത്ത് രാത്രിയാകുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ 5 പൈസ ഇല്ല. എല്ലാം കൊടുത്ത് ഒന്നുപോലും വച്ചില്ല. മുഴുവനും വിതരണം ചെയ്തു. സുബ്ഹാനല്ലാഹ്. റമളാൻ 17-ന് മരിക്കുമ്പോൾ മഹദി അവറുകള് അതേ വിത്ർ നിസ്കാരാനന്തരമാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുന്നത്. അല്ലാഹ് തന്നെ
അങ്ങനെ ആരും സുബ്ഹാനല്ലാഹ് മഹദി അവറുകള് വിനയാന്വിതമായി ജീവിച്ചു. അതുപോലെ തന്നെ മഹദി അവറുകള് അതേ നോമ്പ് തുറക്കുന്ന സമയത്ത് 1,00,000 ദീനാർ മഹദി അവറുകൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും നോമ്പ് തുറക്കുന്ന സമയത്ത് ഈത്തപ്പഴമല്ലാതെ വേറെ ഒന്നും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിലുണ്ടായിരുന്നില്ല. 1 ദീനാർ 1,00,000 ദീനാർ കൊടുത്തിട്ട് അത് നോമ്പ് തുറക്കേണ്ട സമയമാകുമ്പോഴേക്കൊക്കെ വിതരണം ചെയ്തു. സുബ്ഹാനല്ലാഹ്. മഹദി അവറുകള് വിനയാന്വിതമായി ജീവിച്ചു. ആളുകൾക്കിടയിൽ വലിയ ആളാകണമെന്നൊരു ആഗ്രഹം ആ ഉമ്മക്കുണ്ടായില്ല. വളരെ മുത്തുനബിയുടെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ ആ ജീവിതം പിന്നീട് ഒരു വലിയൊരു ജീവിതമായി മാറി. മാഷാ അല്ലാഹ്. ആ ഉമ്മാന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങൾക്കും നല്ല ഈമാനുള്ള മരണം നീ തരണേ റഹ്മാനെ. നല്ല ഈമാനുള്ള മരണം നീ തരണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ ഭാര്യയായ ബീവി റുഖയ്യ റളിയല്ലാഹു അൻഹയും വഫാത്തായത് ഇതുപോലെ റമദാൻ 17 അന്നായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് അവരുടെ പേരിൽ നമുക്ക് യാസീൻ പാരായണം ചെയ്യണം. എല്ലാവരും നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് അവരുടെ പേരിൽ യാസീൻ ഓതി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ. അല്ലാഹ് മദീനയിലേക്ക് ചെല്ലുമ്പോൾ ജന്നത്തുൽ ബഖീഇൽ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ വിശ്രമിക്കുന്നുണ്ട്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയിലും മുത്തുനബിയിലും മക്കൾ ഉണ്ടായിട്ടില്ല. ആ വേദന ബീവി ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് പറഞ്ഞിരുന്നു. അത് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വേദനയാണ്. പക്ഷെ അല്ലാഹുവിന്റെ പിന്നിൽ അതിന് പിന്നിൽ വല ഹിക്മത്തുകൾ ഉണ്ടാവും. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ പരിഹാരം ബീവി ആയിഷ റളിയല്ലാഹു അൻഹക്ക് നൽകി എന്നാണ് യാഥാർത്ഥ്യം. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാണ്. ആയിഷ ബീവിയെക്കാളും ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. ഏറ്റവും നല്ല ആയിഷ ബീവി വലിയ ചികിത്സക്കാരി കൂടിയായിരുന്നു. നല്ല ഒരു ഡോക്ടറാണ് എന്ന് വേണമെങ്കിൽ പറയാം. എത്രയോ സ്ത്രീകൾ പ്രസവിക്കുന്ന സമയത്ത് അവരുടെ പ്രസവാനന്തരമുള്ള കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സ്ത്രീ കൂടിയായിരുന്നു ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ. അത് മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതുപോലെ നല്ല നല്ല ഫഖീഹ്, നല്ല കർമ്മശാസ്ത്രത്തിൽ നല്ല അറിവ്, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു മഹദിയുടെ സവിധത്തിൽ വന്നു. അവിടുത്തെ നന്നായി പ്രശംസിക്കുകയും അവിടുത്തെ മദ്ഹുകൾ ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പൊ ബീവി പറഞ്ഞു, അബ്ബാസേ, ഇബ്നു അബ്ബാസേ, എന്നെ വിട്ടേക്ക്, എന്നെ കുറിച്ച് അങ്ങനെ മഹത്വം പറയണ്ട. അല്ലാഹുവിനെയാണ് സത്യം, ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു പോകുന്നില്ല ഇബ്നു അബ്ബാസേ. സുബ്ഹാനല്ലാഹ്, എന്നെ ആരും ഓർക്കാത്ത ഒരാളായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു എന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ അത്രയും നല്ല വിനയത്തിന്റെ ഉടമയാണ്. ആരും എന്നെ ഓർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം റമദാൻ 17 അന്ന് അവർ മരണപ്പെടാനുള്ള കാരണവും. പക്ഷേ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയുമോ? അല്ലാഹുവേ, എല്ലാം ഉമ്മ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ,
അവരുടെ ഖബർ അല്ലാഹുവേ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, പൊരുത്തം നൽകണേ റബ്ബേ. ജന്നത്തുൽ ബഖീയിൽ വിശ്രമിക്കുന്ന ഉമ്മാന്റെ ഹളറത്തിലേക്ക് ഇതിന്റെ വലിയ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. ഉമ്മ കണ്ട് സന്തോഷിക്കുന്ന മജ്ലിസായി ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനേ. നോമ്പ് നോറ്റവരായ നിലയിൽ മദനീയം കുടുംബം നിന്നിലേക്ക് നീട്ടുന്ന കരങ്ങൾ, നീട്ടിയ കരങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നോമ്പുകാരായി ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയെ അനുസ്മരിച്ച് ആ ഉമ്മാന്റെ അപദാനങ്ങൾ പറഞ്ഞ് മദ്ഹുകൾ പറഞ്ഞ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയായ ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയെ അനുസ്മരിച്ച് ഓർത്ത് ഞങ്ങൾ നിന്നിലേക്ക് നീട്ടിയ കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ റഹ്മാനേ. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ഹളറത്തിലേക്കും ആരംഭപൂവായ മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളായ ബീവി റുഖയ്യ റളിയല്ലാഹു അൻഹയുടെ ഹളറത്തിലേക്കും ഇതിന്റെ വലിയ മിസ്ല സവാബ് നീ എത്തിക്കണേ റബ്ബേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളായ ബീവി റുഖയ്യ റളിയല്ലാഹു അൻഹയുടെ മദദ് നൽകണേ റബ്ബേ, സഹായം നൽകണേ അല്ലാഹ്, പൊരുത്തം നൽകണേ അല്ലാഹ്. റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹയെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ കല്യാണം കഴിച്ചു കൊടുത്തില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മോളല്ലേ? അതെ, എനിക്ക് 100 മക്കളുണ്ടാകുമായിരുന്നുവെങ്കിൽ ഓരോന്നായി അവര് മരിച്ചു പോകുമായിരുന്നുവെങ്കിലും അവരെ എല്ലാവരെയും ഞാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിച്ചു കൊടുക്കുമായിരുന്നുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ബീവി റുഖയ്യ റളിയല്ലാഹു അൻഹയുടെ മദദ് നൽകണേ റഹ്മാനേ, സഹായം നൽകണേ അല്ലാഹ്. ആ പ്രിയപ്പെട്ട മഹദിയുടെയും ഹളറാത്തിലേക്ക് ഞങ്ങൾ ഓതിയ ഖുർആൻ നീ എത്തിക്കണേ റഹ്മാനേ. അവരുടെ ബറക്കത്ത് കൊണ്ടും ഞങ്ങൾ റമളാൻ നീ സ്വീകരിക്കണേ അല്ലാഹ്. റമളാൻ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, റമളാൻ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, റമളാൻ ഖബൂൽ ചെയ്യണേ റബ്ബേ. റമളാൻ സ്വീകരിക്കണേ അല്ലാഹ്. ആഖിറത്തിൽ പൊരുത്തപ്പെടുന്ന റമളാനായി സ്വീകരിക്കണേ റബ്ബേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ കിടക്കുന്ന ഈ പട്ടിണി വെറുതെയാക്കല്ലേ അല്ലാഹ്, കേവലം ഒരു പട്ടിണിയാക്കല്ലേ അല്ലാഹ്, കേവലം ഒരു പട്ടിണിയാക്കല്ലേ അല്ലാഹ്, കേവലം ഒരു പട്ടിണിയാക്കല്ലേ അല്ലാഹ്, കേവലം ഒരു പട്ടിണിയാക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ അവസാന സമയം നീ നന്നാക്കണേ റഹ്മാനേ. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ. അല്ലാഹുവേ,
ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണേ റബ്ബേ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. നരകത്തിലെ വിറക് കൊള്ളികളാക്കല്ലേ റഹ്മാനേ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. സ്വർഗം നൽകണേ അല്ലാ. സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ അമലും നീ സ്വീകരിക്കണേ റഹ്മാനേ. നോമ്പുകാരായി ഞങ്ങൾ ചെയ്ത എന്തൊക്കെ അമലുകളുണ്ടോ അതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ബീവി ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയും ബീവി റുഖയ്യ റളിയല്ലാഹു അൻഹയുടെയും ഹദറത്തിലേക്ക് ചെല്ലാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ പെൺമക്കൾക്ക് നീ നല്ല ജീവിതം നൽകണേ അല്ലാ. നല്ല ജീവിതം നൽകണേ റബ്ബേ. നല്ല അറിവ് നൽകണേ അല്ലാ. നല്ല ആലിമത്താക്കണേ റഹ്മാനെ. നല്ല അറിവുള്ള മക്കളാക്കണേ അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. فضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.